ഈ കോട്ടയത്തെ മഴ വിവരങ്ങളിലേക്കാണ് പോകുന്നത്. വിഷ്ണുപ്രകാശാണ് വിവരങ്ങളുമായി ചെന്നത്. വിഷ്ണു, ഇന്ന് കോട്ടയത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണല്ലോ. മലയോര മേഖലയിലെയും നഗരത്തിലെയും ഒക്കെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? രതീഷ്, രാവിലെ തൊട്ട് കോട്ടയം ജില്ലയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴയുണ്ട്. മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്നില്ലെങ്കിലും തോരുന്ന ഒരു സ്ഥിതിയല്ല കോട്ടയത്തുള്ളത്. ഇന്നലെ നമുക്കറിയാം വലിയ രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു. കിഴക്കൻ മേഖലകളിൽ കാറ്റ് വലിയ നാശം തന്നെ വിതച്ചിരുന്നു. ഇന്നിപ്പോൾ കാറ്റിന് ചെറിയ ശമനമുണ്ട്. അത്രയും വലിയ തോതിലുള്ള ഒരു കാറ്റ് വീശുന്നില്ല. കാറ്റ് വീശിയുള്ള അതുകൊണ്ടുള്ള അപകടങ്ങളുമെല്ലാം ഒഴിവായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും ആശങ്കപ്പെടുത്തേണ്ട കാര്യം മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്നതാണ്. നമുക്കറിയാം മീനച്ചിലാർ പോലുള്ള നദികൾ ഒഴുകുന്ന പ്രദേശമാണ്. അതിൻ്റെ സമീപത്തെല്ലാം മുൻ വർഷങ്ങളിലെല്ലാം ഇത്തരത്തിൽ മഴ തുടർച്ചയായി പെയ്യുമ്പോൾ ഈ മീനച്ചിലാറിലെ നദിയിലെ ജലനിരപ്പ് ഉയർന്ന് സമീപത്തുള്ള വീടുകളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു വെള്ളം ഒരു തരത്തിൽ അപകടമാകുന്ന അല്ലെങ്കിൽ ഭീഷണിയാകുന്ന തരത്തിലോട്ട് ആ പ്രദേശത്തെ വീടുകളിലോട്ട് കയറുന്ന തരത്തിലോട്ടായിട്ടില്ല. പക്ഷേ മഴ ഇങ്ങനെ തുടരുന്നതോടുകൂടി അത് ഒരു തരത്തിൽ ഈ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ ഒരു പക്ഷേ ജലം വീടുകളിലോട്ട് കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അങ്ങനെ വന്നാൽ കോട്ടയത്തെ സ്ഥിതിയാണ്. കോട്ടയത്ത് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അപകടകരമായ സാഹചര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ മഴ തുടരുകയാണെങ്കിൽ പ്രതിസന്ധി പലയിടത്തും ഉണ്ടായേക്കാം. വിഷ്ണുപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.